മോഡേൺ പാക്കിംഗ് സൊല്യൂഷൻസിൻ്റെ ഉപയോഗം സ്മോൾ സ്കെയിൽ ബിസിനസ്സിൽ ഒത്തിരി വ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായും സ്മോൾ സ്കെയിൽ ബിസിനസ് രംഗത്ത് ബ്രാൻഡ് ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനായിട്ട് മോഡേൺ പാക്കിംഗ് സൊല്യൂഷൻസ് അവർ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയാവുന്നത് കുടുംബശ്രീ പദ്ധതികൾ തന്നെയാണ്. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സോപ്പ് ആവട്ടെ, മറ്റ് പ്രോഡക്റ്റ്സ് ആവട്ടെ, നേരത്തേക്ക് ഒരു നോർമൽ പ്ലാസ്റ്റിക് പൗച്ചിൽ വന്നിരുന്നിടത്ത് ഇന്നത് വളരെ പ്രോപ്പറായിട്ട് ഡിസൈൻഡ് പാക്കിങ്ങിൽ ലേബൽസോട് കൂടി ബ്രാൻഡായിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ക്വാളിറ്റിയിലും ബ്രാൻഡിങ്ങിലും എന്തുമാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകുന്നതെന്നുള്ളത്. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആദ്യം കസ്റ്റമർ കൺഫേം ചെയ്യുന്നത് അതിൻ്റെ ടേസ്റ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ മേക്കിങ്ങിലോ അല്ല, അതിൻ്റെ പാക്കിങ്ങിൽ തന്നെയാണ്. അതായത് കസ്റ്റമറിൻ്റെ കണ്ണിൽ ആ പ്രോഡക്റ്റ് എത്ര നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു എന്നതിലാണ് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഫസ്റ്റ് നിർണ്ണയിക്കപ്പെടുന്നത്. സോ പെർഫെക്ഷൻ മീറ്റ് ചെയ്യുന്നതിന് മോഡേൺ പാക്കിംഗ് സൊല്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം മാർക്കറ്റിലുള്ള സ്മോൾ സ്കെയിൽ പ്രോഡക്റ്റ്, അതായത് സോപ്പ്, അച്ചാറ്, സ്നാക്സ്, ഇതിനെല്ലാം ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ലേബലിങ്ങും പെർഫെക്റ്റ് പാക്കിങ്ങും ഉണ്ട്. അതായത് മുൻനിരയിൽ നിൽക്കുന്ന ബ്രാൻഡഡ് പ്രോഡക്റ്റുകളുടെ ഒപ്പം തന്നെ ഈ പ്രോഡക്റ്റ് വിൽക്കപ്പെടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് വളരെ ഓപ്പൺ മാർക്കറ്റാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് വളരെ ബ്രാൻഡഡ് പ്രോഡക്ട്സോടായിട്ടാണ്. അപ്പോൾ അവരുടെ ക്വാളിറ്റിയും പാക്കിംഗ് പെർഫെക്ഷനും ഒക്കെ നമ്മളുടെ പ്രോഡക്റ്റിനും ഉൾക്കൊള്ളണമെങ്കിൽ തീർച്ചയായിട്ടും മോഡേൺ പാക്കിംഗ് മെഷീൻസ് നമ്മൾ അഫോർഡ് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ചുറ്റും നോക്കിയാൽ വളർന്നു വരുന്ന എല്ലാ ബ്രാൻഡുകളും അതുപോലെ മോഡേൺ പാക്കിംഗ് സൊല്യൂഷൻസ് അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ലെവലിലേക്ക് വളർന്നു വരുന്നത്.